നന്നായിട്ടുണ്ട്, സൂപ്പറായിരിക്കും, സൂപ്പറായിട്ടുണ്ട്. അത് പറയണോ? ലാലേട്ടന്റെ കാര്യം പറയണോ? നന്നായിട്ടുണ്ട്. അത് കാണാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ അത് കാണുമ്പോൾ. അതുകൊണ്ട് നല്ല സെറ്റിൽ ഇല്ല, എനിക്ക് ഇവരുമായിട്ടൊന്നും കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു. ലാലേട്ടൻ നമ്മൾ ഉണ്ടായിരുന്നു, ഒരേ സമയത്ത് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ, കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല അടിപൊളിയായിട്ട് ജൂഡ് ആന്റണി അത് മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ഒക്കെ കട്ട് ഷോട്ട്സ് ഒക്കെ സൂപ്പറായിട്ട്, ആക്ഷനും സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ കുട്ടി. ലാലേട്ടന്റെ ക്യാമിയോ കിടുക്കി, അത് എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ്. നന്നായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആന്റണിയുടെ മോന് ഡയലോഗ്സ് ഒന്നും ഇല്ല, കറക്റ്റ് ഒരു സൈക്കോ വില്ലൻ രീതിയിൽ ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം ഗംഭീരമായിട്ടുണ്ട്, വിസ്മയ കലക്കിയിട്ടുണ്ട്. അടിപൊളി, രക്ഷയില്ല, സൂപ്പർ, നല്ലതിന് നല്ലതിന്. എല്ലാവരും നല്ല അഭിനയമായിരുന്നു, സൂപ്പർ സിനിമ, നല്ല സിനിമ. എനിക്ക് വീണ്ടും കാണണമെന്ന് തോന്നുന്നു, അതിന്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. ലാലേട്ടൻ സൂപ്പർ, എല്ലാവരും പൊളിച്ചു. ഇത്രയും നല്ലൊരു സിനിമ കുറെ കാലത്തിന് ശേഷം കണ്ടിട്ടില്ല. ഗേൾസിന് കാണേണ്ട സിനിമ, ഇപ്പോഴത്തെ തലമുറ കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഗേൾസിന് പ്രചോദനമാണ്. വിസ്മയെ പോലെ ആകണം. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു, നല്ല. ലാലേട്ടൻ കലക്കി, ലാലേട്ടന്റെ മകളും കലക്കി. ഓ, ജൂഡ് ആന്റണി ഇതാണ് സംവിധാനം ഒരിക്കൽ കൂടി തെളിയിച്ചു. സ്ത്രീകൾക്കാണ് ഒരു നല്ലൊരു മെസ്സേജാണ്, അവർക്ക് പറ്റുന്ന സമൂഹത്തിൽ നല്ലൊരു മെസ്സേജാണ് സിനിമ കൊടുക്കുന്നത്. എന്തായാലും എല്ലാവർക്കും മസ്റ്റ് വാച്ചാ. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും, പക്ഷെ സൂപ്പറായിരുന്നു. ലാലേട്ടൻ അടിപൊളി, പറയേണ്ട ആവശ്യമില്ലല്ലോ. മോളി തന്നെ ഇങ്ങനെ തന്നെ പിള്ളേർ ഉണ്ടാക്കുന്നത്. അച്ഛന്റെ അതേ ഇടിയെന്ന് വെച്ചാൽ ഒരു ബെൻസ് വാഷും വാത കയറിയതുപോലെ പെണ്ണിന് എന്തോ വാത കയറിയെന്ന് വെച്ചാൽ ഇടിയെ പറ്റാ. എന്റെ ലാലേട്ട വിശ്വനാഥൊന്നുമല്ല, വിശ്വനാഥൊക്കെ ആ കാലഘട്ടത്തെ അല്ലേ. ലാലേട്ട എന്തിനാ ഈ ചിപ്പിക്കൂടി ഇട്ടത് കൂടി വെച്ചിരുന്ന ഈ കൊച്ചിന് 35 വർഷം അല്ലേ മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ്. പൊളിച്ചടിക്കുക കേട്ടാ, ഇടലോട്ടിട്ടുണ്ട്. പൊളിച്ചെന്ന് വെച്ചാൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് അതിന്റെയും കാട്ടി സഹിക്കും, അത് ഫുൾ സഹിക്കോ പടത്തിൽ പൊളിച്ചിട്ടുണ്ട്. തുടക്കോ പിന്നെ മോഹൻലാലിന്റെ ഒരു ജസ്റ്റ് അത് പിന്നെ പുറത്ത് ലാലേട്ടൻ പിന്നെ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വന്ന് ഒരു ഇടി നല്ല പൂപ്പായിട്ട് ഇടിച്ച് പൊളിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ പെണ്ണ് ഒരു രക്ഷയില്ല കേട്ടോ. ഉലിക്ക് പറഞ്ഞ ആളെ എന്റെ സിനിമ നല്ല രീതിയിൽ വർക്കായ ഒരു ഗംഭീര സിനിമയാണ്. തുടക്കം വിസ്മയ മോഹൻലാലിന്റെ തുടക്കം അതിഗംഭീരമായി എന്ന് തന്നെ നമുക്ക് പറയാം. സിനിമ ട്രെയിലറും സോങ്ങും എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സിനിമ ഒരു ഫീൽ ഗുഡ് മൂഡിലേക്ക് വന്ന് ഒരു ഇൻസിഡന്റിലേക്ക് വരുന്നു, സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ത്രില്ലറായിട്ട് മാറുന്നു എന്ന രീതിയിലുള്ള ഒരു അസംഷനിലാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. പക്ഷെ സിനിമ അങ്ങനെയല്ല. ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ത്രില്ലർ മൂഡിലേക്ക് സിനിമ മാറുന്നുണ്ട്. ജൂഡ് ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു സെക്ടർ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ആയിട്ടാണ്. പിന്നെ സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മോഹൻലാലിന്റെ മോൾ എന്ന ഐഡന്റിറ്റിയിലാണ് സിനിമ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു നടിയാണ് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഈ സിനിമ ഒരു നല്ല സിനിമയാണ്. പക്ഷേ ബോക്സ് ഓഫീസിൽ ഭയങ്കരമായിട്ട് വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല, ഒരു ആവറേജ് കളക്ഷനിലേക്ക് വരാം. പക്ഷേ മോഹൻലാലിന്റെ മോൾ എന്ന ഐഡന്റിറ്റിയിലും മോഹൻലാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആക്ഷൻ ഇമേജിനെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തുമാണ് ഈ സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിലും ഒരു ആക്ഷൻ സിനിമ ആരാധകൻ എന്ന നിലയിലും ഇത് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ ഹുക്ക് ചെയ്യിപ്പിക്കും. എഡിറ്റിംഗ് അടിപൊളിയാണ്, പ്രത്യേകിച്ച് പറയാൻ ജേക്സ് ബിജോയുടെ മ്യൂസിക് അടിപൊളിയാണ്, ആക്ഷൻ കൊറിയോഗ്രഫി അടിപൊളിയാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സിനിമ വേറെ 1-2 സിനിമയുടെ റെഫറൻസ് ഈ സിനിമ എടുക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഈ ബോഗൻ വില്ല എന്നൊരു സിനിമ വന്നായിരുന്നു. അതിനകത്ത് ലാസ്റ്റ് നായിക വില്ലനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ആ സിനിമയിൽ എത്രത്തോളം ബാക്ക് ഫയർ ചെയ്തു ഒന്നും ആർക്കും എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമുക്ക് ആ ഡയലോഗ് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈ സിനിമയിൽ അതേ ഡയലോഗ് ഏതാണ്ട് അതേ ഒരു കണ്ടക്സ്റ്റിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നില്ല. എന്തോ അല്ലല്ല അല്ല ആ സിനിമ ഏത് അല്ല ഇവിടെ അതല്ല ജെൻഡർ ചേഞ്ച് ഇല്ലല്ലോ. സ്പോയിലർ പറയുന്നില്ല. അതെന്തായാലും സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിനിമ നല്ല രീതിയിൽ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും നല്ല രീതിയിൽ വർക്ക് ആവാൻ പോകുന്ന ഒരു സിനിമയാണ്. തുടക്കം പ്രചോദനം ഒരു ആക്ഷൻ ആസ്പെക്റ്റിൽ പ്രചോദനമാണ്. നമുക്ക് പിന്നെ സിനിമയല്ലേ, റിയൽ ലൈഫ് അല്ലേ, നമുക്ക് റിയൽ ലൈഫിൽ പ്രാക്ടിക്കലി എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ നമുക്ക് ഏതൊരു കാണുന്ന ഒരു കൊച്ചുകുട്ടിക്കും കാസ്റ്റിംഗ് സ്പെഷ്യൽ മെൻഷൻ കേട്ടോ. ജൂഡ് ആന്റണി കാസ്റ്റിംഗിൽ എന്തായാലും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കാസ്റ്റിംഗിൽ നമുക്കൊരു ഫ്രഷ്നസ് കിട്ടുന്നുണ്ട് കാണുമ്പോൾ. കാരണം ഈ തീം ഇങ്ങനത്തെ ടൈപ്പ് മൂവീസ് ഒക്കെ നമ്മൾ പല ജോണറിൽ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ കാസ്റ്റിംഗിലെ പുതുമ സിനിമേനെ
നമ്മളെ വർക്കാക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല സിനിമ. ശരി. പഠിപ്പിച്ച് ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ആന്റണിയുടെ മോനും കുഴപ്പമില്ല. പിന്നെ പുള്ളിക്ക് പിന്നെ ഒരു ക്ലീഷ ഒരു ക്യാരക്ടറാണ്. തുടക്കം മുതൽ അവസാനം വരെ ഭീകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. പുള്ളി അത് കുഴപ്പമില്ലാതെ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ കൊള്ളാം, മകളും കൊള്ളാം, വിസ്മയം കൊള്ളാം, ആന്റണിയുടെ മകനും ചോക്ക് കൊള്ളാം. സിനിമയും നല്ലതാണ്. അതിൻ്റെ എല്ലാ വിഭാഗത്തിലും ചൂട് ഉൾപ്പെടെ അതിനകത്ത് എല്ലാവരെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും നന്നായിരിക്കുന്നു. എല്ലാവരും വളരെ നന്നായി ചെയ്തിട്ടുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് എനിക്കൊരു സന്തോഷത്തിന് വർഷങ്ങൾക്ക് ശേഷം ചിപ്പി അഭിനയിച്ച സിനിമയാണ്. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിരിക്കും എന്ന് പറയുന്നതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. എനിക്ക് സിനിമ കണ്ടിട്ട് വളരെ നമ്മൾ പല സിനിമകളും കാണുന്നതല്ല, ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് നമുക്കിഷ്ടമുള്ള ഒരുപാട് പേരുടെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ അതോടെ വന്നപ്പോൾ അതൊരു വലിയ സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായതപ്പം അത് സന്തോഷം കൂടുതലാണല്ലോ. ഇപ്പോൾ ഞാൻ പറയുന്ന തുടരും തുടക്കവും ഒക്കെ എങ്ങനെയായാലും എല്ലാ സിനിമകളും നന്നാവട്ടെ. പക്ഷേ ഇതൊരു മികച്ച സിനിമ തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴും നല്ല സിനിമകൾ കാണാം. പക്ഷെ ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മകള്, നമ്മുടെ സുഹൃത്തിൻ്റെ മകൻ, അതൊക്കെ നമുക്ക് കൂടുതൽ സന്തോഷം നൽകുകയാണല്ലോ. അപ്പോൾ എല്ലാവരോടും അതിന് കഥയാണല്ലോ മെയിൻ. കിട്ടിയാൽ ചെയ്തിരിക്കും. പിന്നെ അതൊരു സംശയം. വിസ്മയുടെ തുടക്കം പണം അടിപൊളി പടം, ഗംഭീര പടം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞൊരു ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നണില്ല. അത്ര നന്നായിട്ട് അഭിനയിച്ചു. ശരിക്കും വിസ്മയ മോഹൻലാലിന്റെ തുടക്കം തന്നെയാണ്. ലാലേട്ടൻ വന്നപ്പോ പടം വേറെ ലെവലായി. അച്ഛനെ മോളെ ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റി. അത് തന്നെയാണ് പറയാനുള്ള. ഏതാ കേട്ടില്ല. ഇത് ശരിക്കും തുടക്കം തന്നെയാ പടം. രണ്ടുപേരും ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റി. ഇനിയും അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.